സ്വാഗതം. ആടുജീവിതത്തിൻ്റെ ബഡ്ജറ്റ് എത്ര? സ്വാഭാവികമായും സാധാരണമായി കാണുന്നത് മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെ മാത്രമാണ് ബഡ്ജറ്റ് ബാധിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സിനിമ ഇറങ്ങിയാൽ അവിടെ ബഡ്ജറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള തിരുവാതിരക്കളി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആടുജീവിതത്തിൻ്റെ ബഡ്ജറ്റ് ഒഫീഷ്യലായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് എടുത്തു പറയാനുള്ളത് ബ്ലെസ്സി തന്നെ പറയുന്നൊരു കാര്യമാണ്. സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് 82 കോടിയോളമാണ് വന്നിരിക്കുന്നത്. 16 വർഷമെടുത്തു ഈ ഒരു സിനിമ ചിത്രീകരിക്കാൻ. ഒപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു കോസ്റ്റ് കൂട്ടി എന്നുള്ളതിനാണ്. മലയാളത്തിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ബഡ്ജറ്റ് വരുന്ന സിനിമ എന്നാണ് ഈ ഒരു സിനിമ അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് പല സിനിമകളും നമ്മൾ കേട്ടിരുന്നു 100 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ്. പിന്നീട് സിനിമ പരാജയപ്പെടുമ്പോൾ അത് 50, 60 തൊട്ട് 10 കോടി തൊട്ട് 1 കോടിക്കുള്ളിൽ നിൽക്കുന്ന സൂപ്പർ മെഗാതാര ചിത്രങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഇവിടെ ആ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നിരിക്കുകയാണ്. 82 കോടിയാണ് സിനിമ. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് അല്ല കാര്യം. ഇത്ര ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു സിനിമയായതുകൊണ്ട് തന്നെ വിജയമോ പരാജയമോ എന്നല്ല ആളുകൾ നോക്കുന്നത്, ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഒപ്പം ഓരോ മനുഷ്യനും കാണാൻ കൊതിക്കുന്ന, അവരുടെ മനസ്സിൽ ഒരുപാട് നാൾ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ നൽകി എന്നുള്ള ഒരു സന്തോഷവുമാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമ 82 കോടി വരുമ്പോൾ ഇതുവരെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 80 കോടിയോളമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് വെറും 5 ദിവസം കൊണ്ട് തന്നെ സിനിമ 80 കോടി ക്ലബിലേക്ക് കയറി. ഇന്നലെ 4 ദിവസം കൊണ്ട് സിനിമ 65 കോടിക്ക് മുകളിലേക്ക് കയറിയതായി ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള വേൾഡ് എന്നല്ല, ഔട്ട്സൈഡ് ഇന്ത്യ കളക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കൂടുതൽ വരുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്നത്തെ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ 80 കോടിയിലേക്ക് കയറുമെന്നുള്ളതാണ്. ഇനിയും സിനിമയുടെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യുന്നൊരു സിനിമയാണെങ്കിൽ ഏകദേശം 170 കോടിക്ക് മുകളിൽ കിട്ടിയാൽ, കേരളത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറയാം. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വരുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ലഭിക്കുന്ന എമൗണ്ടാണ് ഇതിൻ്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം പ്രൊമോഷണൽ ആയിട്ടുള്ള ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പ്രൊമോഷണൽ ബഡ്ജറ്റ് ഇറക്കും. അതായത് വമ്പൻ നമ്മളിപ്പോൾ വലിയ രീതിയിൽ പരാജയപ്പെട്ട സിനിമകൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ഇൻകം ടാക്സ് തട്ടിപ്പ് തന്നെയായിട്ടാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷണൽ ആയിട്ടുള്ള എവിടെയാണ് ഒരു കോസ്റ്റ് വരിക? എന്തൊരു കാര്യത്തിനും നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള കോസ്റ്റാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതല്ല. അപ്പോൾ ഈ പ്രൊമോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന 80 കോടി എന്ന് പറയുമ്പോൾ 100 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലെ സാധാരണ ആളുകൾ പറയുന്നതാണെങ്കിൽ അതിനകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്ന പോലെയുള്ള തട്ടിപ്പും കാര്യങ്ങളൊന്നുമല്ല, ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്താണ് ഇവിടെ ബ്ലെസ്സി തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുമ്പോൾ ഈ സിനിമയുടെ കോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ ബ്രഹ്മയുഗത്തിന് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ 27 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് വന്നത്. അത് നമുക്ക് വിശ്വസനീയമായ കാര്യം തന്നെയാണ്. വീണ്ടും ആടുജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആടുജീവിതം 82 കോടിക്കുള്ള ബഡ്ജറ്റിൽ വരുന്നുവെങ്കിൽ അതൊരു 1000 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമ നൽകുന്ന ഒരു എഫക്റ്റാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവന് ഏറ്റവും താല്പര്യവും അവന് കിട്ടേണ്ടതും. അത് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ വിജയമാകുന്നു. നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. ആടുജീവിതം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത ഫാക്ട്, ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.